എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. വാർത്തകൾ നോക്കാം വിശദമായി. പ്രതിരോധ നിക്ഷേപ ബഹിരാകാശ മേഖലകളിൽ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ 2 മണിക്കൂർ സന്ദർശനത്തിൽ ഇന്ത്യ ഒപ്പിട്ടത് സുപ്രധാനമായ നിരവധി കരാറുകളിൽ. പ്രതിരോധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതായിരിക്കും കരാറെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. Mostly this discussion was about bilateral trade and the salutary impact that the India-UAE comprehensive economic partnership has had on bilateral trade and how we need to expand it in the coming years. ബഹിരാകാശ മേഖലയിലും ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഗുജറാത്തിലെ നിക്ഷേപ കേന്ദ്രങ്ങളിൽ യു എയുടെ പങ്കാളിത്തത്തിനായി കരാറിൽ ഒപ്പുവെച്ചു. യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് LNG വിതരണം ചെയ്യുന്നതിനുള്ള കരാറിലും ഒപ്പുവെച്ചു. ഭക്ഷ്യസുരക്ഷ, ആണവ സഹകരണം സംബന്ധിച്ച വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ചുരുങ്ങിയ സമയത്തെ സന്ദർശനമായിരുന്നുവെങ്കിലും ഏറെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി. This particular visit has contributed to the setting, in fact, the direction of work between India and the UAE in the very near future. പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇരു രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തു. ഡൽഹി പാലം വിമാനത്താവളത്തിലെത്തിയ യു എ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. 24 ഡൽഹി. യമന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് യു എ സമാന്തര സൈനിക നീക്കം നടത്തുന്നതായി ഹലർമൌത്ത് ഗവർണർ സാലിം അൽ ഖുൻബാഷി. സൗദി അതിർത്തിയോട് ചേർന്നുള്ള മേഖലയിൽ രഹസ്യ ജയിലുകൾ സ്ഥാപിച്ചും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചും യു എ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്നും ആരോപണം. അറബ് സഖ്യകക്ഷി എന്ന നിലയിൽ യമനിലെത്തിയ യു എ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ സായുധ സംഘങ്ങളെ വളർത്തുകയാണ് എന്ന ആരോപണമാണ് യമനിലെ ഹലർമൌത്ത് ഗവർണർ സാലിം അൽ ഖുൻഷാബിയുടെ ആരോപണം. മുക്കല്ലയിലെ അൽ റയാൻ വിമാനത്താവളം ഒരു സാധാരണ സൈനിക കേന്ദ്രം മാത്രമല്ല, മറിച്ച് വധശിക്ഷകൾക്കും പീഡനങ്ങൾക്കുമുള്ള പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി. ഇവിടെ നിന്ന് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളും ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ വകവരുത്താൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ്. പിരിച്ചുവിടപ്പെട്ട സദേൺ ട്രാൻസിഷണൽ കൌൺസിൽ നേതാവ് ഐദ്രൂസ് അൽ സുബൈദിയെ സോമാലിയ വഴി അബുദാബിയിലേക്ക് കടത്തിയത് നിയമ നടപടികളിൽ നിന്ന് സംരക്ഷിക്കാനാണെന്ന് ഗവർണർ ആരോപിച്ചു. സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്നത് യമന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് പ്രാദേശിക സുരക്ഷയെ തന്നെ ബാധിക്കും. രഹസ്യ ജയിലുകളിൽ നടക്കുന്ന ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ യു എ നേരിട്ട് മറുപടി പറയേണ്ടി വരും. അന്താരാഷ്ട്ര നിയമങ്ങളും യമനിലെ പ്രാദേശിക നിയമങ്ങളും ഉപയോഗിച്ച് ഈ കടന്നുകയറ്റത്തെ ചെറുക്കുമെന്നും ഹലർമൌത്തിനെ ബാഹ്യശക്തികളിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ഗവർണർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 24 ജിദ്ദ. സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിലെ മാർക്കറ്റിംഗ്, സെയിൽസ് തസ്തികകളിൽ സ്വദേശിവൽക്കരണ തോത് ഉയർത്തി മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർണായക ഉത്തരവ്. 18ഓളം തസ്തികകളിൽ 60% സ്വദേശികളെ നിയമിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സൗദി തൊഴിൽ വിപണിയിൽ സ്വദേശികൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന്റെ ഭാഗമായാണ് മാർക്കറ്റിംഗ്, സെയിൽസ് മേഖലകളിൽ 60% സ്വദേശിവൽക്കരണം ഏർപ്പെടുത്തിയത്. മാർക്കറ്റിംഗ് മാനേജർ, അഡ്വർടൈസിംഗ് ഏജന്റ്, ഗ്രാഫിക് ഡിസൈനർ, PR സ്പെഷ്യലിസ്റ്റ്, PR മാനേജർ, ഫോട്ടോഗ്രാഫർ, സെയിൽസ് മാനേജർ, റീറ്റെയിൽ ഹോൾസെയിൽ സെയിൽസ് പ്രതിനിധികൾ, കൊമേഴ്ഷ്യൽ സ്പെഷ്യലിസ്റ്റ് തുടങ്ങി 18ഓളം തസ്തികകളിലാണ് പുതിയ നിയന്ത്രണം വരുന്നത്. 3 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സ്വദേശി ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളം 5500 റിയാലായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമം നടപ്പിലാക്കുന്നതിനായി സ്ഥാപനങ്ങൾക്ക് 3 മാസത്തെ സാവകാശം അനുവദിച്ചു. ഏപ്രിൽ പകുതിയോടെ പുതിയ നിയമം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരും. ഹദഫ് ഉൾപ്പെടെയുള്ള സർക്കാർ പദ്ധതികൾ വഴി സ്വദേശികളെ കണ്ടെത്താൻ സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓൺലൈൻ പരാതി പരിഹാര സംവിധാനത്തിൽ വൻ മുന്നേറ്റവുമായി സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. ലഭിച്ച പരാതികളുടെ 85% ആദ്യ കോളിൽ തന്നെ പരിഹരിച്ചതായി റിപ്പോർട്ട്. ഓൺലൈൻ സേവനം സജീവമായതോടെ നേരിട്ട് പരാതിയുമായി എത്തുന്നവരുടെ എണ്ണം 95% കുറഞ്ഞതായും മന്ത്രാലയം വ്യക്തമാക്കി.
2025 സേവന രംഗത്ത് വിപ്ലവകരമായ നേട്ടങ്ങളാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം കൈവരിച്ചിരിക്കുന്നത്. ലഭിക്കുന്ന പരാതികളിൽ 95% വെറും 72 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 85% പരാതികളും പരാതിക്കാർ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്ന ആദ്യ അവസരത്തിൽ തന്നെ പരിഹരിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു നേട്ടം. ഈ മികവിന് ആഗോളതലത്തിൽ വലിയ അംഗീകാരങ്ങളാണ് മന്ത്രാലയത്തെ തേടിയെത്തിയത്. സേവന ഗുണനിലവാരമുള്ള 3 ISO സർട്ടിഫിക്കറ്റുകൾക്ക് പുറമെ രാജ്യാന്തര തലത്തിലുള്ള CXA പുരസ്കാരങ്ങളിൽ 8 മന്ത്രാലയം സ്വന്തമാക്കി. ഡിജിറ്റൽ സേവനങ്ങളിലേക്കുള്ള ചുവടുമാറ്റം ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. മന്ത്രാലയത്തിന്റെ വിർച്വൽ ശാഖകൾ വഴി സേവനം തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. പരാതിയുമായി നേരിട്ടെത്തുന്നവരുടെ എണ്ണം 95% കുറഞ്ഞു. വിർച്വൽ സേവനങ്ങളിൽ 90% ഉപഭോക്തൃ സംതൃപ്തി നിലനിർത്താൻ മന്ത്രാലയത്തിന് സാധിച്ചു. സൗദി വിഷൻ 2030 ഭാഗമായുള്ള ഡിജിറ്റൽ പരിവർത്തനവും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും വരും വർഷങ്ങളിലും കൂടുതൽ കാര്യക്ഷമമായി തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ജലീൽ കണമകലം, 24 ജിദ്ദ. CPM തുടർച്ചയായി UDF ജമാഅത്തെ ബന്ധം ആരോപിക്കുന്നതിനിടെ ജമാഅത്തെ ഇസ്ലാമി പരിപാടി ഉദ്ഘാടകനായി മന്ത്രി V അബ്ദുറഹിമാൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായാണ് മന്ത്രി എത്തിയത്. ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ ടി ആരിഫ് അലിയും വേദിയിലുണ്ടായിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ കൂടി ചേർന്നുണ്ട്. ഗോകുൽ, നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ UDF ജമാഅത്തെ ബന്ധമായിരുന്നു ഇത്തരത്തിൽ CPM വലിയൊരു രാഷ്ട്രീയ ആയുധമായി കണക്കാക്കിയത്. ഇപ്പോഴിതാ മന്ത്രി V അബ്ദുറഹിമാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ നേട്ടമുണ്ടാക്കിയത് പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നും വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നും മുഖ്യമന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ, AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ മന്ത്രി V അബ്ദുറഹ്മാൻ തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം താനൂർ പുത്തൻതെരുവിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടകനായിട്ടാണ് മന്ത്രി വേദിയിലെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളൊക്കെ എതിർക്കുന്ന പരിപാടിയാണ് ഈ ബൈത്തുൽ സക്കാത്ത് എന്ന് പറയുന്നത്. മുസ്ലിം മതാചാരങ്ങൾക്ക് വിരുദ്ധമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങൾ ഈ ബൈത്തുൽ സക്കാത്തിനുണ്ട്. ഈ ഘട്ടത്തിലാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഈ UDFനെ മുഖ്യമന്ത്രിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ UDF നേടിയിട്ടുള്ള വിജയം ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുകൂടിയിട്ടാണ് എന്ന വിമർശനങ്ങൾ പല രീതിയിൽ പലതരത്തിൽ പല നേതാക്കൾ നടത്തുന്ന ഘട്ടത്തിലാണ് മന്ത്രി പങ്കെടുത്തത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ എന്തായാലും ചർച്ചയാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുന്നു. നേരത്തെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ UDFന്റെയും LDFന്റെയും നേതാക്കൾ പരസ്പരം കൊമ്പുകോർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ LDF ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയൊക്കെ അത് എതിർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടെങ്കിലും വെൽഫെയർ പാർട്ടി എന്നൊരു രാഷ്ട്രീയ സംഘടിത രൂപം ഉണ്ടാക്കിയതിനു ശേഷം അത്തരത്തിലൊരു ബന്ധം LDF ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് മന്ത്രി ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. തീർച്ചയായും ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ CPMന്റെ ഏറ്റവും വലിയ ആയുധം തന്നെയായിരുന്നു UDF ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ബന്ധം കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴിതാ CPMന് വലിയൊരു തിരിച്ചടിയാവുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ മന്ത്രി V അബ്ദുറഹ്മാൻ പങ്കെടുത്തത്. ഗോകുലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് 37 കോടി രൂപയുടെ സാമ്പത്തിക ആനുകൂല്യം പ്രഖ്യാപിച്ച് ബുർജിൽ ഹോൾഡിംഗ് CEO ഡോക്ടർ ഷംഷീർ വയലിൻ. നഴ്സുമാരടക്കം 10,000-ഓളം പേർക്ക് ആനുകൂല്യം ലഭിക്കും. ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനും സിഇഒയുമായ ഡോക്ടർ ഷംഷീർ വയലിൽ അബുദാബിയിലെ ഇത്തിഹാദ് അരീനയിൽ ഗ്രൂപ്പിന്റെ വാർഷിക യോഗത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. ബുർജിൽ ഹോൾഡിംഗ്സ് ബുർജിൽ 2.0 അടുത്ത വളർച്ചാ ഘട്ടത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ നഴ്സിംഗ്, രോഗീ പരിചരണം, ഓപ്പറേഷൻസ്, അനുബന്ധ സേവനങ്ങൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന ഏകദേശം 10,000 മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് ആനുകൂല്യം ലഭിക്കും. അർഹരായ ജീവനക്കാർക്ക് ജോലിയുടെ അടിസ്ഥാനത്തിൽ 1 മാസത്തെയോ അരമാസത്തെയോ അടിസ്ഥാന ശമ്പളത്തിന് തുല്യമായ തുക നൽകും. ഡോക്ടർ ഷംഷീറിന്റെ പ്രസംഗത്തിനിടെ ലഭിച്ച സർപ്രൈസ് SMS-ലൂടെയാണ് ആരോഗ്യ പ്രവർത്തകർ സാമ്പത്തിക അംഗീകാരം ലഭിച്ച വിവരം അറിയുന്നത്. പലരുടെയും പ്രതികരണം വൈകാരികമായിരുന്നു. ആരോഗ്യ സേവനത്തിന്റെ നട്ടെല്ലായ ഫ്രണ്ട് ലൈൻ ടീമുകളുടെ കൂട്ടായ പരിശ്രമത്തിനുള്ള അംഗീകാരമാണിതെന്ന് ഡോക്ടർ ഷംഷീർ വയലിൽ പറഞ്ഞു. UAE-യിലെ ഏറ്റവും വലിയ ആരോഗ്യ പ്ലാറ്റ്ഫോമുകളിലൊന്നായ
ബുർജിൽ ഹോൾഡിംഗ്സിന് 14,000-ലധികം ജീവനക്കാരാണുള്ളത്. അടുത്ത 10 വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതിയും ഡോക്ടർ ഷംഷീർ വയലിൽ വ്യക്തമാക്കി. ചികിത്സാ മികവ്, ഗവേഷണം, മെഡിക്കൽ വിദ്യാഭ്യാസം, രോഗീ പരിചരണം എന്നിവയിലൂന്നിയുള്ള വളർച്ചയാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഗ്രൂപ്പിന്റെ മുൻനിര സ്ഥാപനമായ ബുർജിൽ മെഡിക്കൽ സിറ്റിയെ 2030ഓടെ നെക്സ്റ്റ് ജനറേഷൻ മെഡിക്കൽ സിറ്റി എക്കോസിസ്റ്റമാക്കി മാറ്റാനുള്ള പദ്ധതിയും ഡോക്ടർ ഷംഷീർ അവതരിപ്പിച്ചു. 24 ദുബായ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം അധികാരത്തിലെത്തിയിട്ട് നാളെ 1 വർഷം പൂർത്തിയാക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആഗോളതലത്തിലും വലിയ മാറ്റങ്ങളാണ് ഇക്കാലയളവിൽ ദൃശ്യമായത്. കഴിഞ്ഞ ജനുവരി 20 അധികാരം ഏറ്റെടുത്തതു മുതൽ അമേരിക്ക ഫസ്റ്റ് എന്ന നയമാണ് ട്രംപ് നടപ്പിലാക്കിയത്. തീവ്ര ഭീഷണി, യുദ്ധഭീഷണി, തട്ടിക്കൊണ്ടുപോകൽ, സമാധാന ശ്രമം. സംഭവബഹുലമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വർഷം. അമേരിക്കയുടെ മാത്രമല്ല ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്നതായിരുന്നു ട്രംപിന്റെ നയപരിപാടികൾ. പകരം തീരുവ പ്രഖ്യാപനങ്ങളിലായിരുന്നു തുടക്കം. ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കനത്ത നികുതി ഏർപ്പെടുത്തിയതിനു പിന്നാലെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുവെന്നാരോപിച്ച് പിഴത്തീരുവയും ചുമത്തി. കുടിയേറ്റ നയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികൾക്ക് തുടക്കമിട്ടു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ പലയിടങ്ങളിലും സംഘർഷങ്ങൾക്കിടയാക്കി. സർക്കാർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പുതിയ വിഭാഗം രൂപീകരിച്ചു. ലോകാരോഗ്യ സംഘടന, പാരീസ് കാലാവസ്ഥ കരാർ, യുനെസ്കോ എന്നിവയിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചു. ഗസ സമാധാന പദ്ധതി, യുക്രൈൻ സമാധാന പദ്ധതി തുടങ്ങിയവ ട്രംപിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കപ്പെട്ടു. 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന വാദമുന്നയിച്ച് നൊബേൽ സമ്മാനം തനിക്കാണ് അർഹതപ്പെട്ടത് എന്ന് പ്രഖ്യാപിച്ചു. നൊബേൽ ജേതാവായ വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മറിയ കൊറീന മെച്ചാഡോയിൽ നിന്നും അവർക്ക് ലഭിച്ച മെഡൽ സ്വീകരിക്കാനും ട്രംപ് മടിച്ചില്ല. ഇറാനെതിരെ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ ഭാഗമായതും ഇറാനിൽ പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചതും വാർത്തയായി. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് ലോകത്തെ അമ്പരപ്പിച്ചു. ബജറ്റ് ബിൽ പാസ്സാകാതെ വന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഷട്ട്ഡൌണിന് കാരണമായതും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ നോ കിങ്സ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയതും തിരിച്ചടിയായി. ഗ്രീൻലൻഡ് ഏറ്റെടുക്കാൻ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതാണ് ഏറ്റവും പുതിയ സംഭവ വികാസം. റിസർച്ച് ഡെസ്ക് 24. വേൾഡ് മലയാളി ഫെഡറേഷൻ 5ാമത് ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ സമാപിച്ചു. സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ആശാ ശരത്ത് അവതരിപ്പിച്ച നൃത്തവും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. ദുബായ് ദേറയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന 3 ദിവസത്തെ ആഗോള സംഗമത്തിൽ പ്രവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ചർച്ചയായി. പ്രവാസി സമ്മിറ്റ്, ബിസിനസ് സമ്മിറ്റ്, വനിതാ സമ്മിറ്റ്, വിദേശ പഠനത്തിൽ ബോധവൽക്കരണ സെഷൻ തുടങ്ങിയവയായിരുന്നു പ്രധാന പരിപാടികൾ. മന്ത്രി പി പ്രസാദ്, മുരളി തുമ്മാരക്കുടി, സന്തോഷ് ജോർജ് കുളങ്ങര അടക്കമുള്ളവർ സമ്മിറ്റുകളുടെ ഭാഗമായി. പ്രമുഖ പ്രവാസി മലയാളികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഗ്ലോബൽ ഐക്കൺസ് എന്ന പ്രീമിയം ഡയറക്ടറിയുടെ ഉദ്ഘാടനം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ നിർവഹിച്ചു. സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താമെന്നതായിരുന്നു ഇത്തവണത്തെ കൺവെൻഷന്റെ പ്രമേയം. 10 വർഷമായി WMF നടത്തുന്ന പ്രവർത്തനങ്ങൾ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ വിശദീകരിച്ചു. ഒട്ടനവധി ആശയങ്ങൾ, പുതിയതായിട്ടുള്ള ആശയങ്ങൾ, ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതകളുള്ള വിവിധ രാജ്യങ്ങളിലെ ബിസിനസ്സുകാർ തമ്മിൽ ആശയവിനിമയം നടത്തുകയാണ്. അതാണ് ഈ ബിസിനസ് സമ്മിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണക്ട് ചെയ്യുന്നത് എല്ലാ രാജ്യങ്ങളിലും ഒരു കോർഡിനേറ്റർ ഉണ്ടാവും. ആ കോർഡിനേറ്റർ കൂടെ ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർമാർ, അങ്ങനെ ഒരു 10-20 പേര് അടങ്ങുന്ന ഒരു ബോഡിയാണ് ഇതിനെ നയിക്കുന്നത്. അതുപോലെ റീജിയണൽ ലെവലിലും അതുമാതിരിയുള്ള ഒരു ബോഡി ഉണ്ടാവും. സെൻട്രൽ 6 റീജിയൻ ഉണ്ട്. സെൻട്രൽ ലെവലിൽ ഞങ്ങൾക്ക് ഒരു ഗ്ലോബൽ ക്യാബിനറ്റ് ഉണ്ട്, ഗ്ലോബൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ട്. അതാണ് നിയന്ത്രിക്കുന്നത്. 20ഓളം ആഗോള ഫോറങ്ങളിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും ജനങ്ങളെ സേവിക്കുക, അതായത് സന്നദ്ധ സേവനം സാമൂഹ്യക്ഷേമത്തിന് എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യം ജാതി, മത, വർഗ, രാഷ്ട്രീയത്തിനതീതമായി വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഡെവലപ്പ് ആവുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് ആവശ്യമായ പിന്തുണ കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ടൂറിസം മന്ത്രി എന്ന നിലയിൽ എനിക്ക് ഉറപ്പുണ്ട്, കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് മുന്നിൽ
തുറന്നു കാട്ടാൻ നിങ്ങളെക്കാൾ മികച്ച അംബാസഡർമാർ, ബ്രാൻഡ് അംബാസഡർമാർ വേറെയില്ല. ആയുർവേദമായാലും ഉത്തരവാദിത്ത ടൂറിസമായാലും റെസ്പോൺസിബിൾ ടൂറിസം കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിലേക്കായി ഭാരത സർക്കാരിൽ നിന്നുള്ള കഴിയാവുന്നത്ര പിന്തുണ നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു തരികയാണ്. കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് കൂട്ടബലാത്സംഗത്തെ പ്രമേയമാക്കി നടി ആശ ശരത് വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു. ഡീൻ കുര്യാക്കോസ് MP, സയ്യിദ് മുനവ്വർ അലി തങ്ങൾ, സ്ഥാപക ചെയർമാൻ ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ, നടൻ മിഥുൻ രമേശ് എന്നിവർ സംസാരിച്ചു. WMFന്റെ പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. വിവിധ കലാപരിപാടികളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. ദുബായ്. ഓസ്ട്രേലിയയിലെ പെർത്തിൽ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. വേനൽക്കാല സ്കൂൾ അവധിയും വാരാന്ത്യവും ഒരുമിച്ചെത്തിയ അവസരം പ്രയോജനപ്പെടുത്തിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഓസ്ട്രേലിയയിൽ വേനൽക്കാലത്ത് എല്ലാ നഗരത്തിലും സംഘടിപ്പിക്കാറുള്ള ഫെസ്റ്റിവലാണ് കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർത്തിലെ സദർലാൻഡ് പാർക്കിലാണ്. ഇവിടെ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ? നിറങ്ങളാലും ആഘോഷങ്ങളാലും പെർത്തിനെ ആവേശത്തിലാക്കാൻ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പെർത്തിലെ സദർലാൻഡ് പാർക്കിലാണ്. കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒരുമിച്ച് പങ്കെടുത്ത വർണ്ണാഭമായ ആഘോഷമായി പെർത്തിൽ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമായി. സമൂഹവും ഐക്യവും വിനോദവും ലക്ഷ്യമാക്കി സംഘടിപ്പിച്ച ഈ ഉത്സവം നിറങ്ങളാലും സംഗീതത്താലും നിറഞ്ഞ ഒരു ദിനമായി മാറി. മറ്റ് കമ്മ്യൂണിറ്റി ഫെസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്കാളിത്തം ഇവിടെ കൂടുതലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുയോജ്യമായ പരിപാടികളോടെ തുറന്ന മൈതാനം ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറുകയായിരുന്നു. വിവിധതരം കൈറ്റുകളും നൂലുകളും ഉൾപ്പെട്ട കൈറ്റ് ഫ്ലൈയിംഗ് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. രുചികരമായ ഭക്ഷണവും മധുര പലഹാരങ്ങളും ലഭ്യമായ ഫുഡ് ട്രക്കുകൾ, ദിവസം മുഴുവൻ DJ സംഗീതം, കുട്ടികൾക്കായി ഒരുക്കിയ ജമ്പിംഗ് കാസലുകൾ, അമ്യൂസ്മെന്റ് റൈഡുകൾ, കൂടാതെ ഫേസ് പെയിന്റിംഗും ഹെന്ന അലങ്കാരങ്ങളും ഉത്സവത്തിന് കൂടുതൽ ചാരുത നൽകി. മർച്ചൻഡൈസ് സ്റ്റാളുകളും കുടുംബ സൗഹൃദ വിനോദ പരിപാടികളും പങ്കെടുത്തവർക്കായി ഒരുക്കിയിരുന്നു. മതിയായ സൗജന്യ പാർക്കിംഗ് സൗകര്യങ്ങളോടെയും സൗഹൃദപരമായി തുറന്ന അന്തരീക്ഷത്തോടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും പിക്നിക് മൂടൊരുക്കി ശാന്തവും സന്തോഷവുമായി സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചു. വിനോദവും സംസ്കാരവും സമൂഹബോധവും ഒരുമിച്ച് ചേർന്ന ആഘോഷമായിരുന്നു ഇത്. അങ്ങനെ കൈറ്റ് ഫ്ലൈയിംഗ് ഫെസ്റ്റിവൽ പെർത്തിലെ ഒരു പ്രിയപ്പെട്ട സമൂഹാഘോഷമായി വീണ്ടും നിറഞ്ഞു. ആകാശത്ത് നിറങ്ങൾ പകർന്നുകൊണ്ട് സന്തോഷവും ഐക്യവും പങ്കുവച്ച ഒരു മറക്കാനാത്ത അനുഭവമായി ഈ കൈറ്റ് ഫെസ്റ്റിവൽ മാറി. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ലീജ ചാക്കോ. ഷാർജയിൽ കാണാതായ കണ്ണൂർ സ്വദേശിയെ ബീച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ മയിൽ കുറ്റ്യാട്ടൂർ സ്വദേശി ഷാബു പഴയ്ക്കലാണ് മരിച്ചത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് കൂടി ചേരുന്നുണ്ട്. റഹീസ്, എപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഷാബുവിനെ കാണാതായത്? വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇദ്ദേഹത്തിനെ കാണാനില്ല എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞിരുന്നു. ഇവർ വലിയ ആശങ്കയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ കണ്ണൂർ മയ്യിൽ കുറ്റ്യാട്ടൂർ ചെറുവട്ടത്തലമൊട്ട സ്വദേശിയായിട്ടുള്ള ഷാബു പഴയക്കൽ, അദ്ദേഹത്തിന് 43 വയസ്സാണ്. അപ്പോൾ ഇയാൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാണുന്നില്ല. അങ്ങനെ ഇന്ന് ഷാർജയിലെ ജുബൈൽ ബീച്ചിലാണ് ഇദ്ദേഹത്തെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശേഷം തുടർന്ന് ഈ കാണാനില്ല എന്നുള്ളൊരു ആശങ്കയെ തുടർന്ന് ഇവിടെ വലിയ തോതിൽ അദ്ദേഹത്തിനായി തെരച്ചിൽ നടന്നിരുന്നു ഷാർജയിൽ. അപ്പോൾ അതിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നിലവിൽ ഷാർജ പോലീസ് ഇവിടെ എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അജ്മാനിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സെക്യൂരിറ്റി വാർഡായിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അതിന് പിന്നാലെ കാണാതാകുന്നു. ഇദ്ദേഹത്തിന് പരേതനായ അച്ഛൻ മാധവൻ, ഒപ്പം തന്നെ യശോദ എന്നാണ് അമ്മയുടെ പേര്, ഭാര്യ ബിജിഷ, ഒപ്പം തന്നെ ഒരു മകളുണ്ട്, ഇബാനിയ എന്നാണ് മകളുടെ പേര്. അങ്ങനെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ അദ്ദേഹത്തിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ ഒരു തെരച്ചിലാണ് ഇപ്പോൾ എന്തായാലും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തുടർ നടപടികൾ നടന്നു വരികയാണ്. ശ്രീനിധി, ഷാർജയിൽ കാണാതായ കണ്ണൂർ സ്വദേശിയെ ബീച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ മയിൽ കുറ്റ്യാട്ടൂർ സ്വദേശി ഷാബു പഴയ്ക്കലാണ് മരിച്ചത്. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം, ഒരു ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണപ്പാളികൾ മാറ്റുന്ന സംശയം ബലപ്പെട്ടതായി ഹൈക്കോടതി.
സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന പാളികൾ വീണ്ടും പരിശോധിക്കാൻ SITക്ക് അനുമതി നൽകി. പരിശോധനയ്ക്കായി SIT സംഘം ശബരിമലയിലെത്തി. നാളെയാണ് പരിശോധന. ശബരിമലയിൽ വൻ കൊള്ള നടന്നുവെന്ന ഹൈക്കോടതിയുടെ സംശയം സാധൂകരിക്കുന്നതാണ് SIT ഇന്ന് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട്. VSSCയിൽ നിന്ന് ലഭിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെയാണ് സ്വർണം പൂശാൻ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരിച്ചെത്തിയതെന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലിരിക്കുന്ന വാതിൽപ്പാളിയും പ്രഭാമണ്ഡലം പാളിയും പരിശോധിക്കാൻ SITക്ക് അനുമതി നൽകി. സംഘം നാളെ ശബരിമല സന്നിധാനത്ത് വീണ്ടും എത്തും. കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്കും അന്വേഷണം വേണം. സംശയങ്ങൾ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് നീങ്ങേണ്ടത്. അഷ്ടദിക്പാലക വിഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം അനിവാര്യമാണ്. കൂടുതൽ സാക്ഷികൾ വേണം. VSSCയിലെ ശാസ്ത്രീയ വിദഗ്ധരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. പാളികൾ മാറി എന്നുള്ളതിൽ കൃത്യത വേണം. പ്രധാന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും ഉത്തരവിൽ പറയുന്നു. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന 2024-25 വർഷത്തെ ഇടപാടുകളും അന്വേഷണ പരിധിയിലെന്ന് SIT. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. 24 കൊച്ചി. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.